സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തെക്കൻ ജില്ലകളിലെ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിലേക്ക്. ജൂലൈ 8-ന് കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ച് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ റിലേ ധർണ നടത്തുവാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടുപോകുക ദുഷ്കരമായെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് സമരം. സർക്കാർ നൽകിയ 50% നികുതി ഇളവ് മതിയായ ആശ്വാസമല്ലെന്നും ദിവസേന ലഭിക്കുന്ന ഏകദേശം 130 രൂപയുടെ ഇളവ് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടത്തിന് പരിഹാരമാകില്ലെന്നും ബസ് ഉടമകൾ പറയുന്നു. പ്രിയദർശിനി സർവീസുകൾ കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വരുമാന നഷ്ടം വർദ്ധിച്ചതോടെ തിരക്ക് കുറഞ്ഞ സമയങ്ങളിലെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ട സാഹചര്യമാണ്. എന്നാൽ പിന്നീടുണ്ടാകുന്ന വലിയ നഷ്ടം കണക്കിലെടുത്ത് പലരും സർവീസ് തുടരുകയാണെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജാക്സൺ സി ജോസഫ് പറഞ്ഞു. 50,000 രൂപ ഒരു വർഷം കുറച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം വെറും 120 രൂപ 130 രൂപ വരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം 500 മുതൽ 4,000 രൂപയ്ക്ക് മുകളിൽ ഒരു ബസ്സിന് കളക്ഷൻ കുറവുള്ളപ്പം ഈ 120 രൂപ അല്ലെങ്കിൽ 130 രൂപ എന്ന് പറയുന്നത് തികച്ചും അപര്യാപ്തമാണ്. ഇപ്പം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഇറക്കുന്നതിന് പണ്ട് കോവിഡ് കാലത്ത് ഇറക്കിയത് പോലെ ഞങ്ങൾക്ക് 1,00,000 രൂപ മുടക്കാം രണ്ടാമത് ഇറങ്ങി. എന്നുവെച്ചാൽ ബാറ്ററി എല്ലാം ഡൗണാവും, ഓയിലെല്ലാം മാറണം, അങ്ങനെ ഗ്രീസ് മാറണം, അങ്ങനെയുള്ള ധാരാളം ചെലവുകൾ നമുക്ക് രണ്ടാമത് ഇറക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ KSRTC വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന നിർദ്ദേശവും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നു. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ വാടക നൽകിയാൽ മതി. സർവീസിന്റെ ചെലവുകൾ പൂർണ്ണമായും ഉടമകൾ വഹിക്കും. ഇതോടെ ബസ്സുകളുടെ മത്സരയോട്ടം തന്നെ അവസാനിക്കുമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറി KA സുരേഷ് പറഞ്ഞു. 55 രൂപ കിലോമീറ്റർ വാടക തരിക. ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിലേക്ക് അടയ്ക്കുന്ന മുഴുവൻ കാശും എല്ലാം അടച്ചുകൊണ്ട് ഈ വരുന്ന ബസ്സിൻ്റെ ഓപ്പറേഷന് വരുന്ന മുഴുവൻ ചിലവുകളും ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ട് ഈ ബസ്സുകൾ കിലോമീറ്ററിന് 55 രൂപ വാടക മാത്രം നൽകി ഞങ്ങൾ ഓടിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് വാടക തരിക, ഞങ്ങളുടെ വരുമാനം സർക്കാർ എടുക്കുക, ഞങ്ങളുടെ ജീവനക്കാരെ സർക്കാർ നിയന്ത്രിക്കുക. അതുകൊണ്ട് ഒരുപാട് വേറെ ഗുണങ്ങളും ഉണ്ടാകും. നമുക്കിവിടെ വളരെ ശക്തമായ ഒരു പൊതുഗതാഗത സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റോഡിലെ മത്സരവും മറ്റു കാര്യങ്ങളും എല്ലാം മാറും. ആളുകൾക്ക് അപകടങ്ങളും എല്ലാം കുറഞ്ഞ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാക്കാം. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് 8-ാം തീയതി സ്വകാര്യ ബസ് പണിമുടക്ക്. ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും പണിമുടക്ക് നടത്തുന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. 11-ാം തീയതി സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ ബസ് ഉടമകളും ജീവനക്കാരും റിലേ ധർണ നടത്തും. അമൃത ന്യൂസ്, കോട്ടയം.